ആദ്യം തന്നെ ഏവർക്കും എന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ന് ജനുവരി 26. എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അന്നേ ദിനമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. പല ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും ഭാഷയിലും ഉൾപ്പെട്ട ആളുകളെ ഒന്നിച്ചു നിർത്തുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഇവിടെ നമ്മുടെ ഭരണഘടന എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ ഭരണഘടന പ്രകാരം നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് വോട്ട് ചെയ്തു തിരഞ്ഞെടുക്കാം. ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ദേശീയ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നു. നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ എല്ലാ സ്വതന്ത്ര സമര സേനാനികളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ഫാത്തിമ അൻവർ. ഇതാ ഫാത്തിമ. ത്രിവർണ്ണ പതാക പാറട്ടെ, പാടിടാം പാടിടാം ജയ ജയ ഗീതം പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. രാജാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം, ഭാരത ശില്പികളേവരെയും അഭിമാനത്തോടൊത്തിടാം. ഭാരത ശില്പികളേവരെയും അഭിമാനത്തോടൊത്തിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. ഉണരെ പോകാം സ്വപ്നങ്ങൾ ഉഷിരോടുമായി കണ്ടിടാം. ഗീതകളിൽ പദങ്ങൾ ധീരതയോടെ വളർന്നിടാം. ഒരൊറ്റ ജനതയെ മുന്നേറാം, ഭാരതമാതെ സ്നേഹിക്കാം. ഒരൊറ്റ ജനതയെ മുന്നേറാം, ഭാരതമാതെ സ്നേഹിക്കാം. പാറട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ, പാടിടാം പാടിടാം ജയ ജയ ഗീതങ്ങൾ പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. പാറട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ, പാടിടാം പാടിടാം ജയ ജയ ഗീതങ്ങൾ പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. പാറട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ, പാടട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അസ്സലാമു അലൈക്കും. നമ്മുടെ മദ്രസയിൽ മിക്ക പരിപാടികളെല്ലാം നമ്മൾ നടത്താറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ മദ്രസ വഴികളായ ഷാജഹാൻ മുസ്ലിയാരെയും അതുപോലെ തന്നെ നമ്മുടെ സുൽഫിക്കർ മുസ്ലിയാരെയും ക്ഷണിക്കുകയാണ്. ആദ്യമായി സുൽഫിക്കർ മുസ്ലിയാർ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. സുൽഫിക്കർ മുസ്ലിയാർ ഉടനെ വരും. അതിന് മുമ്പ് നമ്മുടെ ഷാജഹാൻ മുസ്ലിയാർ 2 വാക്ക് സംസാരിക്കും. السلام عليكم ورحمة الله وبركاته. والسلام على سيد المرسلين والحمد لله رب العالمين. നമ്മളിവിടുന്ന് ഇവിടെ ഈ സ്ഥലത്ത് സന്നിധായിരിക്കുന്ന ജമാഅത്ത് സെക്രട്ടറി, ജമാഅത്ത് പ്രസിഡന്റ്, മദ്രസ കൺവീനർ, എൻ്റെ മുന്നിൽ സന്നിധായിരിക്കുന്ന പിഞ്ചു കുട്ടികൾ, ഇവിടുത്തെ ജമാഅത്തിനെ നിയന്ത്രിക്കുന്ന ജമാഅത്ത് ഉസ്താദ്, അയ്യൂബക്കൻ ഉസ്താദ്, ഇവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ 76ാമത്
റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ദിവസത്തിൽ എന്നൂരിലെ സിറാജുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കുട്ടികൾ സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്നിന് അടിമകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ സമുദായത്തിനും അതിൻ്റെ ഒരു വലിയ ദോഷമായ ഭാവി ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ജമാഅത്തിന്റെ മുൻഗണന എടുത്തുകൊണ്ട് മദ്രസ കുട്ടികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സെമിനാറുകൾ സംഘടിപ്പിക്കണമെന്നും ആ ആശയത്തിലൂടെ നമ്മൾ വളരെയധികം സഹായിക്കുമെന്നും ഇത്തവണത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 76ാമത് റിപ്പബ്ലിക് ദിനയ്ക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും ഞാൻ നിന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയൊരു ആശംസ അർപ്പിക്കാൻ ശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ് രാവിലെ 6:30 നമ്മളുടെ ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. വളരെ നല്ല രീതിയിൽ എല്ലാവരും ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടുകയും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകുകയും നമ്മുടെ ജമാഅത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ഉള്ള ഉപദേശങ്ങൾ, അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങളുമൊക്കെ നമുക്ക് നൽകുകയുണ്ടായി. അൽഹംദുലില്ലാഹ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിൻ്റെ നേതാക്കൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ചെറുവാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അല്ലാഹുവിനെ ആദ്യമായി ശ്രദ്ധിക്കുന്നു. അൽഹംദുലില്ലാഹ് നമുക്കിവിടെ നമ്മുടെ സെക്രട്ടറി, നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ വൈസ് പ്രസിഡന്റ്, അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നല്ല രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നമ്മളെ മക്കളോടെ ചോദിക്കുന്നത് എല്ലാവരും നല്ല ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ സെക്രട്ടറി മുഹമ്മദ് സാഹിബ് വാക്കുകൾ കേട്ടില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം, പ്രിയാമ്പിൾ, അത് വളരെ വ്യക്തമായി പ്രിയപ്പെട്ട സാർ ഇവിടെ അവതരിപ്പിച്ചു. അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അസ്ലം സാറ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും ഇന്ന് നേരിടുന്ന ഭീഷണികളെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ലഹരിയുടെ വിപത്തുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരോടും ഈ മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേയുടെ ഈ സുന്ദരമായ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ലോകത്തെ വിസ്മയിപ്പിച്ച ഭരണഘടനയാണ്. ലോകം അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ഭരണഘടന, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. വിവിധ മതത്തിലുള്ളവർ, ജാതി, എത്ര ജാതിക്കാർ, 3000-ലധികം ജാതി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3000-ലധികം ജാതി, വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ സംസ്കാരങ്ങൾ, അങ്ങനെ എത്ര വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന
ഒന്ന് ഒരുമിച്ച് നമ്മളെ വീട്ടിൽ 2-3 വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ നമുക്കൊന്ന് ഒരുമിച്ചിട്ട് എന്ത് പാടുപെടും. എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരമ്മയുടെ മക്കളെ പോലെ, ഒരു ഉമ്മയുടെ മക്കളെ പോലെ ഒരുമിച്ച് നിർത്തിയ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങി, അതിൽ തന്നെ ലോകം അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങി, നമുക്കായി സമർപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഈ മഹത്തായ ഭരണഘടന ഇന്ത്യയുടെ ശക്തിയാണ്, ഇന്ത്യയുടെ ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ മുഹമ്മദ് സാർ സൂചിപ്പിച്ചതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനത്ത് വി ദ പീപ്പിൾ ഓഫ് ഭാരത് എന്ന് പറഞ്ഞ് നമ്മൾ ആരും അറിയാതെ രാജ്യം ഭരിക്കുന്നവർ അതിൽ കൈവച്ചു കഴിഞ്ഞു. ഇത് അപകടമാണ്. അതൊരു തുടക്കമാണ്, ദുർചിന്തയോടുകൂടിയുള്ള തുടക്കം. നമ്മൾ ആരും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അതുപോലെ അതിൽ നിന്നും സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെ എടുത്തു മാറ്റാൻ ദുർശക്തികൾ, രാജ്യം ഭരിക്കുന്ന ചില ദുഷ്ടശക്തികൾ ശ്രമിച്ചു. പക്ഷേ നമ്മളൊക്കെ അവിടെ നിസ്സംഗരായി നോക്കി നിൽക്കുമ്പോ ഇതിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഈ സുന്ദരമായ തത്വങ്ങൾക്ക് രക്ഷകരായി എത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ, ഇന്ത്യയുടെ മഹത്തായ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി എത്തിയില്ലായിരുന്നു എങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടന അവർ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇന്ത്യയുടെ മഹത്തായ റിപ്പബ്ലിക് ഡേയുടെ ഈ സെമിനാറിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, രാജ്യത്തിന്റെ ഭരണഘടനയിൽ തൊട്ടുള്ള കളി, ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഈ കളി, ഇതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹം. അതിനപ്പുറം വേറൊരു രാജ്യദ്രോഹം ഇന്ത്യയിലില്ല. അത് ഏത് കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിലും ശരി, ഭരണഘടനയെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള തൊട്ടുകളിക്കുന്നത്, ഭരണഘടനയിൽ കൈവെക്കുന്നത് അത് അപകടമാണ്, രാജ്യത്തോടുള്ള നന്ദികേടാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണഘടന എന്നും നിലനിൽക്കണം. എന്നാൽ മാത്രമേ എന്റെ ഇന്ത്യ ജീവിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യ ജീവിക്കുകയില്ല. ഈ രാജ്യത്തെ ഭരണഘടന ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് പിന്നെ ഒരു നിലയും വരെയും ലോകത്തുണ്ടാവുകയില്ല എന്നും, ഇന്ത്യയുടെ ശക്തിയും ഇന്ത്യയുടെ അഭിമാനവും ലോക രാജ്യങ്ങളുടെ മുന്നിലും ഇന്ത്യ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ മഹത്തായ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് നിലനിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഈ മഹത്തായ സദസ്സ് അവസാനിക്കുകയാണ്. ഈ സദസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ഫിദാ ഫാത്തിമയെ ക്ഷണിച്ചുകൊള്ളു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഈ മഹത്തായ വേളയിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട ഉസ്താദമാർക്കും പ്രിയപ്പെട്ട മഹല്ലുവാസികൾക്കും ഞാൻ ഒരൊറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്ന് സ്വലാത്തോടുകൂടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ സദസ്സ് പിരിയുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصلى على جميع الانبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.